ഒരു കാര്യത്തിൽ ഞാനും എൻ്റെ ചേട്ടനും നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കേട്ടോ. ഫിഷ് ഫ്രൈയോ ഫിഷ് കറിയോ ഇല്ലാതെ ചോറ് കഴിക്കാത്ത എൻ്റെ ചേട്ടൻ്റെ സ്വന്തം അനിയത്തിയായി എനിക്ക് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒന്നും അത്രയും അങ്ങോട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ നാട്ടിൽ അമ്മയുടെ അടുത്തെത്തിക്കും ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഫിഷ് കറിയോ ഫിഷ് ഫ്രൈയോ അങ്ങനെ അമ്മയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കും. എന്താണെങ്കിൽ ഇതാ അച്ഛൻ നിന്ന് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള വരാലിത പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആ ഫിഷിനെ അല്ല വരാലിനെ പിടിക്കുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് അച്ഛൻ ലൈവായിട്ട് പിടിച്ചുകൊണ്ട് വന്ന ജീവനും ഉണ്ട് കേട്ടോ. ഇത് ഒന്നും രണ്ടോ ഒന്നും അല്ല, കുറേ അച്ഛനിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ രണ്ടെണ്ണത്തെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതിനെ കറി വെക്കാനും വറുക്കാനും എടുക്കാനും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരു സാധനത്തെ പേടിയാണ് തൊടാൻ. പക്ഷേ കേതൻ ആദ്യമായിട്ടാണെങ്കിലും ഒരു പേടിയില്ലാതെ തൊടുന്നപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വരാല കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ടേസ്റ്റ് തന്നെ ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് അമ്മയോട് ചെറിയൊരു കുശുമുണ്ട്. കാരണം അമ്മ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഏത് മീൻ കൈ കൊടുത്താലും അമ്മ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് വെട്ടിക്കായി തരും കേട്ടോ. ചെമ്മീൻ പൊളിക്കാൻ മാത്രമേ അറിയാവുന്ന എൻ്റെ അമ്മയാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? ഇതിനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ എപ്പോഴും പറഞ്ഞത് ഞാനൊരു കരുമാടിക്കാരിയല്ലെന്ന്. സത്യമാണ് കേട്ടോ. കുഞ്ഞിലേ മുതൽ ഞാൻ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞത് തന്നെ അവിടെ നിന്നാണ്. അമ്മയുടെ വീട്ടിൽ നിന്ന് പണ്ടിങ്ങനെ വരാലും കാര്യമൊക്കെ വെട്ടി അമ്മമ്മ ഞങ്ങൾക്ക് തന്നു വിടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ എൻ്റെ അവിടുത്തെ മാമന്മാർ, പ്രശാന്ത് മാമനാണെങ്കിലും സരിത്തേടനൊക്കെ ആണെങ്കിലും ഇതുപോലെ മീനുകളെ വളർത്തുമായിരുന്നു. അത് ഈ മീനൊന്നുമല്ല, നമ്മുടെ ആഫ്രിക്കൻ മുഷിനൊക്കെ വളർത്തുമായിരുന്നു കേട്ടോ. അതിനെ ഫുള്ളായിട്ട് സെയിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കി വരുന്ന മീനെല്ലാം നമുക്കുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് വെട്ടി മസാലയൊക്കെ പുരട്ടി അമ്മമ്മ തന്നു വിടും. അല്ലെങ്കിൽ അതിനെ അതേ കണക്ക് കൊണ്ടുവന്നാൽ അമ്മയാണ് കേട്ടോ വെട്ടാറുള്ളത്. എന്താണെങ്കിലും അന്ന് കഴിച്ചുള്ള പരിചയമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീടിന് മുമ്പിലായിട്ടൊരു കുഞ്ഞു തോടുള്ളതുകൊണ്ട് അതിൽ നിന്ന് ഞാനും പിടിക്കുമായിരുന്നു കുഞ്ഞിലെ മീനൊക്കെ. എന്താണെങ്കിലും മീൻ പിടിക്കുമെങ്കിലും ചൂണ്ടേന്ന് മീൻ ഊരാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മാത്രമല്ല ചെറിയ സങ്കടമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും സങ്കടമാണെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് കഴിക്കുന്നതെന്ന്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ലൈവായിട്ടുള്ള ഫിഷിനൊക്കെ ഇതിനെ കാണിച്ചു കൊടുത്തെങ്കിലും അതിനെ വെട്ടുന്നതൊന്നും ഞാൻ കാണിച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ ഇതിന് സങ്കടമാവും, കരച്ചിലാകും, ആകെ മൊത്തം ബഹളം. കഥ പറഞ്ഞ് ഞാൻ എങ്ങോട്ടാ പോയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മളുടെ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഉണ്ട്, അതേണൊക്കെ തന്നെ ബീട്രൂട്ട് തോരനും അച്ചാറുമാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ കേട്ടോ. മീനാണെങ്കിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. എന്താണെങ്കിലും മീൻകറി നമ്മൾ ഇന്ന് എടുക്കത്തില്ല, ഇത് നാളെ എടുക്കൂ. എന്നാലേ അതിന് ആ എരിവും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എൻ്റെ പ്ലേറ്റിൽ ഇത് നല്ല അടിപൊളി വരാൽ ഫ്രൈയും കൂട്ടി അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഊണും എടുത്ത് പഴയ ഒരു മലയാളം സിനിമയും കണ്ടത് കാലം നിവർത്തി എൻ്റെ ഫേവറേറ്റ് പ്ലേസിലിരുന്ന് വിശാലമായിട്ടൊരു ഊണ്. ഇതിനപ്പുറം ഒരു കംഫർട്ട് സോൺ എനിക്ക് വേറെ ഇല്ല കേട്ടോ. നിങ്ങൾക്കോ?